ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറ. ഗൈസ് പറ. ഹലോ ഗൈസ് പറ. കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കാം. ഇവിടെ നോക്കി പറ. ഇവിടെ ഭയങ്കര തിരക്കിട്ടി ഓടുന്നത് വെള്ളത്തിൽ കളിക്കാനാട്ടോ ഗൈസ്. അപ്പോൾ വെള്ളത്തിൽ കളിച്ചത് നമ്മുടെ അപ്പച്ചനും കൈയോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോഴുള്ള നമ്മുടെ പൊന്നൂസിൻ്റെ റിയാക്ഷൻ ആട്ടോ ഇനി കാണുന്നത്. അപ്പോൾ ഈ വെള്ളം എടുത്ത് മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊന്നൂസ് അടുത്ത അടവുമായിട്ട് ചെല്ലുക കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങോട്ട് അടി കിട്ടുന്നതിന് മുന്നേ അങ്ങോട്ട് അടി കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പച്ചക്കിട്ട് പോയി അടി കേട്ടോ ഗൈസ്. അപ്പം അപ്പച്ച ഇങ്ങനെ കരയുന്ന പോലെ കാണിച്ചപ്പോൾ അടുത്ത പുതിയ നമ്പരൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പച്ചാരെ ഇങ്ങനെ തിരുമ്മിയൊക്കെ കൊടുത്ത് സോപ്പൊക്കെ എടുത്തിട്ടോ ഗൈസ്. സ്ഥിരം പരിപാടിയാണ് അടി വന്നിട്ട് ഈ തിരുമ്മി കൊടുക്കല് കേട്ടോ. അപ്പോൾ അപ്പച്ചേനെ സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊന്നൂസ് ഓടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അടുത്ത കുരുത്തക്കേട് എന്താണെന്ന് ഒപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ അച്ചുക്കുട്ടൻ ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ചിറ്റ എടുത്ത് വെച്ചോണ്ടിരിക്കുക, കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഇരിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ പൊന്നൂസിൻ്റെ അടുത്ത പരിപാടി എന്നാ നമുക്ക് കാണാം. ബക്കറ്റൊക്കെ പിറകിക്കൊണ്ട് വരുന്നുണ്ട്. എന്തിനുള്ള പുറപ്പാടെന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ്. അതിനകത്ത് വെള്ളം മുഴുവൻ കമ്പി കളഞ്ഞിട്ടുണ്ട്, മേലെല്ലാം നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ പൊന്നൂസ് അടുത്ത എന്തോ പരിപാടി ഒപ്പിക്കാൻ ഈ ബക്കറ്റൊക്കെ പിറകിക്കൊണ്ട് വന്നതെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ അച്ചൂസ് ഇങ്ങനെ നല്ല ഒച്ചായിട്ട് കയ്യിലിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ കട്ടിലെ കിടത്തുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പൊന്നൂസിൻ്റെ പരിപാടി തന്നെ നോക്കാം. പൊന്നൂസ് ഇതേ ബക്കറ്റിലൊക്കെ കല്ല് പറക്കിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. ഇതേ കല്ല് പറക്കി ബക്കറ്റ് നിറയ്ക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ പരിപാടികൾ. ഭയങ്കര കുരുത്തക്കേടാണ്. ഇതിന് കുളിപ്പിക്കുന്നതൊക്കെ വെറുതെയാണ്, മൊത്തം മണ്ണിലാണ് കളി. അപ്പോൾ നമ്മുടെ ചിറ്റത് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തോ ബീട്രൂട്ട് കഴിക്കണമെന്നോ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് വീഡിയോ എടുത്ത് കണ്ടിട്ട് ചെറുതായിട്ട് നാണം വന്നിട്ട് ഗൈസ്, നീ എൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു എന്ന് ചോദിച്ചോണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ ഗൈസ് അത്. അപ്പോൾ നമ്മൾ പൊന്നൂസ് ഇപ്പം ഏകദേശം കല്ല് പറക്കി തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വിശ്രമിക്കാൻ പോവാട്ടോ. ചിറ്റയുടെ അടുത്ത് ഇരിക്കുക. മാടുത്തിട്ട് ഇത്ര നേരം പണിയെടുത്ത് മാടുത്തിട്ട് ഇത് ചിറ്റയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ പോയതാട്ടോ ഗൈസ്. മണ്ണ് വെച്ച് മോൻ കഴിയേക്കോ. അത് തൂൺ നമ്മുടെ ചെറുക്കന് പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. എവിടെയും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പൊന്നൂസിന് അധികം നേരമൊന്നും അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ തല്ലി കളയുവാണ്. അതാണ് പൊന്നൂസിൻ്റെ പുതിയ പരിപാടി. അപ്പോൾ ഇത് കണ്ട് ചിറ്റ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പുറകെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചിറ്റയാണ് പൊന്നൂസിൻ്റെ ഓടിച്ചോണ്ട് പോകുന്നത് ഞാൻ ആദ്യം കണ്ടത്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ നേരെ തിരിഞ്ഞു കേട്ടോ ഗൈസ്. ചിറ്റേനെ ഓടിച്ചോണ്ട് പോകുന്ന പൊന്നൂസിനെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ചിറ്റ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പൊന്നൂസിനെ എങ്ങനെയെങ്കിലും ഇനി വീട്ടിൽ കയറണം. ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് ഇപ്പോൾ വെളിയിൽ തന്നെയാണ്. അപ്പോൾ അവസാനം ചിറ്റ തന്നെ എങ്ങനെയോ സാഹസികമായിട്ട് നമ്മൾ പൊന്നൂസിനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ വീട്ടിൽ കയറുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.